ശ്രീ അജിത് കുമാർ ജിക്കെതിരെ ഒരുപാട് വിമർശനവും പറ്റും. മുഖ്യധാര ഡിജിറ്റൽ മാധ്യമങ്ങളെല്ലാം അങ്ങേ കടന്ന് ആക്രമിച്ച കുറെ വിഷയങ്ങളുണ്ട്. അങ്ങ് വയലൻസിന് കൂട്ടുനിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ. അപ്പൊ അവരോട് പലരോടും ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത്രമാത്രം വിഷമവും വേദനയും കടന്നു പോയിട്ടുണ്ടോ ഉണ്ടാകുന്ന റിയാക്ഷനാണ്. നമ്മളിപ്പം സുഹൃത്തുക്കളോടോ നമ്മുടെ മെസ്സേജിലോ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ അതിനർത്ഥം അങ്ങനെ ചെയ്യുമെന്ന് ഉദ്ദേശമല്ലല്ലോ. അപ്പൊ എന്താ അങ്ങേക്ക് പറയാനുള്ളത്? അങ്ങേക്കെതിരെയുള്ള വിമർശനങ്ങളെയൊക്കെ എങ്ങനെ കാണും? വിമർശനങ്ങൾ ഞാൻ ശക്തമായിട്ട് ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒഴുക്കൻ മട്ടിലങ്ങ് മാറുകയാണ്. കാര്യം ഞാൻ എന്തുകൊണ്ടൊരു കാര്യം പറഞ്ഞുവെന്നോ പ്രവർത്തിച്ചത് കൊണ്ടോ എന്ന് എൻ്റെ മനസ്സിലറിയാം. അതിനൊക്കെ ഒരു ന്യായമുണ്ട്. അതിനൊക്കെ ഇതൊന്നും എന്താ പറയുക, നമ്മളിപ്പോൾ കൊല്ലാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അതിനെതിരെ ഇപ്പോൾ ഒരു വോയിസ് വരെ വന്നിട്ടുണ്ട്. നമ്മുടെ ധന്യാരമ്യ ശക്തമായിട്ട് ഒരുപാട് പേരെ കൂട്ടുപിടിച്ചിട്ട് എന്നെ എങ്ങനെ ജയിലിലാക്കാം എന്ന് പറഞ്ഞിട്ട് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ 2 ദിവസമെങ്കിലും ജയിലിൽ പോകാൻ വേണ്ടി തയ്യാറായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറേ ആയി. പക്ഷേ ഇതേവരെ നടക്കുന്നില്ല. എനിക്കെതിരെ ആരും പരാതികളും കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഈ അടുത്ത ധന്യാരാമൻ വളരെ പ്രമുഖയായ ദളിത് ആക്ടിവിസ്റ്റ് ഒക്കെ. അതെ അതെ പറയണം എന്നെ അറസ്റ്റ് ചെയ്യൂ, ഭരതനെ എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവരാരും ഈ എന്നെ ഇപ്പം അകത്താക്കി അങ്ങ് ഒതുക്കി കളയാമെന്ന് വിചാരിച്ചാൽ, നിങ്ങളൊന്നും വിചാരിച്ചാൽ ഞാൻ ഒതുങ്ങുന്ന ആളല്ല. കാരണം എൻ്റെ കൈ ശുദ്ധമാണ്, മനസ്സ് ശുദ്ധമാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള എനിക്ക് വ്യക്തമാണ്. ചിലപ്പോൾ ഒക്കെ വാക്കുകൾ അമിതമാറേ ഉള്ളൂ എന്നുള്ള ഉദ്ദേശം.